ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുഞ്ചൂസ് വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കിഴങ്ങ് ബാജിയും അതിൻ്റെ കൂടെ പൂരിയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോയായിട്ടാണ്. അപ്പോൾ വീഡിയോ മുഴുവൻ കാണുക, സ്കിപ്പ് ചെയ്യാതെ വിടുക, എന്നാലാണ് അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, ആട്ട. പിന്നെ അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തു. അതിനുശേഷം ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ കൈകൊണ്ട് കുഴച്ചെടുക്കുക. ഫസ്റ്റ് നമ്മൾ ഇതുപോലെ കൈകൊണ്ട് കുഴച്ചതിന് ശേഷം വേണം വെള്ളമൊഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്ത് വീണ്ടും നന്നായിട്ട് കുഴച്ചതിന് ശേഷം വീണ്ടും എടുക്കുക. എന്നാലാണ് നമുക്ക് ആ ഒരു പൂരി നല്ല സോഫ്റ്റായിട്ട് നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. ഇങ്ങനെ കുറച്ച് വെള്ളം ഊറ്റി ചെയ്തെടുക്കുമ്പോൾ നമുക്കത് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. നന്നായിട്ട് ആ മാവ് കുഴച്ചെടുക്കാൻ പറ്റും. മാവ് കുഴയ്ക്കുന്നതിൽ കഴിഞ്ഞ് ആ ഒരു മാവിൻ്റെ ആ ഒരു പരുവം കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ബാലൻസ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു പൂരിക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഈ മാവ് കുഴിക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ കിഴങ്ങ് അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. അത് കുക്കറിൽ നമ്മൾ കിഴങ്ങ് തൊലിയൊന്നും കളയാതെ ഡയറക്റ്റ് 2-3 പീസായിട്ട് മുറിച്ചാണ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ആ കിഴങ്ങ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നമ്മുടെ കിഴങ്ങ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുക്കറിൽ വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കുക. ആ ഒരു ടൈമിൽ തന്നെ നമുക്കിത് കുഴച്ച് നല്ല കറക്റ്റ് പരുവത്തിനാക്കി എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ 2 പണി നമുക്ക് പെട്ടെന്ന് കഴിയും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. പൂരിയുടെ ആ ഒരു കുഴയ്ക്കൽ കറക്റ്റാക്കുക. അപ്പോൾ ഏകദേശം നന്നായിട്ട് നമ്മൾ കുഴച്ചെടുക്കുന്നുണ്ട്. കിഴങ്ങ് നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കിഴങ്ങ് ബാജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കിഴങ്ങ് ബാജി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള റെസിപ്പി ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പൂരിക്ക് ഭയങ്കര കോമ്പിനേഷനാണ് നമ്മുടെ ഈ കിഴങ്ങ് ബാജി. നല്ല ടേസ്റ്റാണ്. അത് രണ്ടും നല്ല കോമ്പിനേഷനാണ്. നമുക്ക് കഴിക്കാനാണെങ്കിലും നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുപോലത്തെ ഒരു കറിയാണ് ഈ കിഴങ്ങ് ബാജി എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടുമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിന്. നമ്മൾ മിക്ക സമയത്തും അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പറയുന്നു, നിങ്ങൾക്ക് കിഴങ്ങ് ബാജി ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വിട്ടുകൊണ്ട് കേട്ടോ. അപ്പോൾ പൂരി ഏകദേശം പൂരിക്കുള്ള മാവ് നമ്മൾ ഓക്കെ ആക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമുക്ക് നല്ല കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉണ്ട ഉരുട്ടിയെടുക്കണം. ഉണ്ട ഉരുട്ടിയിട്ട് നമ്മൾ പിന്നെ അത് പരത്തുന്ന ചപ്പാത്തിക്കോല് വെച്ചിട്ടൊന്നുമല്ല, നമ്മൾ പത്തിരി പ്രസ്സിൽ തന്നെ ഒന്ന് അമർത്തി പൂരിക്കുള്ള പരുവാക്കിയെടുക്കും കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സൺഫ്ലവർ ഓയിലിലാണ് ഇത് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, നന്നായി തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഓരോന്നും ഞെക്കി ഡയറക്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ആദ്യത്തെ പൂരിയാണ് കണ്ടോ. നന്നായിട്ട് കൊമളിച്ച് വന്നു. നമ്മുടെ ആ ഒരു കുഴ കറക്റ്റ് ആയാലാണ്, അതായത് ആ മാവ് കുഴയ്ക്കുന്നത് കറക്റ്റായി കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ട് കമളം ആയിട്ട് പൊങ്ങി വരികയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ചുമ്മാതെ കറിയില്ലാണ്ട് കഴിക്കാനാണെങ്കിലും പൂരി എനിക്കിഷ്ടമാണ് കേട്ടോ. ചൂടോടെ അങ്ങനെ തന്നെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ കുക്കറിൽ വേവിക്കാൻ വെച്ച നമ്മുടെ ആ കിഴങ്ങ് ബാജിയുടെ കിഴങ്ങ് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലി നമ്മൾ എടുത്ത് കളഞ്ഞു. അതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഒരു കയ്യിൽ ഫോണും വീഡിയോയും ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഉടച്ചു കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നമ്മൾ കട്ടയ്ക്ക് കൈ വച്ചിട്ടുണ്ട്, കാരണം എന്നാലാണ് നമുക്കത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ആ പൂരി പൊരിച്ചെടുത്ത ഇതിലേക്ക് തന്നെയാണ് ചട്ടി തന്നെയാണ് നമ്മൾ അടുപ്പത്ത് വയ്ക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, അതിലേക്ക് കടുകിട്ടു. പിന്നെ നമ്മൾ സവാള അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ അത് വഴറ്റിയെടുക്കുക. ആ സവാള ഒരു കളറൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവണം കേട്ടോ. അങ്ങനെ വാടിയെടുക്കണം.
നന്നായിട്ട് നമ്മുടെ സവാള വഴന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പോടെ ചേർത്താൽ പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും കേട്ടോ. പിന്നെ നമ്മളതിലേക്ക് കറിവേപ്പിലയാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തു. അപ്പോൾ അതിന് ശേഷം കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കിഴങ്ങുണ്ടല്ലോ, അപ്പോൾ നന്നായി ഉടച്ച് വെച്ച ആ കിഴങ്ങ് കൂടി നമുക്ക് അതിലേക്ക് കൊട്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ അത് നമ്മളിട്ട് കൊടുത്തു. അതിനുശേഷം ഇതുപോലെ ഒന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ കുക്കറിൽ തന്നെ ഒന്ന് കുക്കർ കഴുകി ആ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തിക്നെസ്സിൽ വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം, അതല്ല വെള്ളം വേണമെന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം. ഏത് രീതിയിലും എടുക്കാം കേട്ടോ. നമ്മളൊരു ശകലം മുളക് പൊടിയുടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കിഴങ്ങ് ബാജി ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ ഈ വറ്റൽമുളക് പൊടിച്ചതാണ് ഈ ചേർത്ത് കൊടുക്കുന്നത്. ഇത് എപ്പോഴും ഹൈലൈറ്റ് ആട്ടോ, അങ്ങനെ ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓവർ എരിവ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നമ്മുടെ പാകത്തിനുള്ള എരിവ് കാര്യങ്ങളൊക്കെയാണ് കാണുള്ളൂ. അപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കിഴങ്ങ് ബാജി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിയാൻ നേരത്ത് ഇതൊന്നുകൂടി നമുക്ക് കുറുകി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അതിൻ്റെ കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.